ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൊതുനിരത്തിൽ വച്ച് കയ്യേറ്റം ചെയ്തതോടെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഗുണ്ടകൾ പൊതുനിരത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തതോടെ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ്റെ പുതുയുഗയാത്രയുടെ ഫ്ലെക്സുകളും സതീശൻ്റെ ഫ്ലെക്സുകളും യൂത്ത് കോൺഗ്രസിൻ്റെയും കൊടിമരങ്ങളും സഹിതം സഖാക്കന്മാർ കൂട്ടത്തിലൊരു സഖാവിനെ തൊട്ടതിൻ്റെ പേരിൽ പരസ്യമായി അടിച്ച് തകർക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും അറിവില്ലാതെ എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ ഇത്തരത്തിലൊരു നെറുകേട് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കാണിക്കുകയില്ല. അപ്പോൾ കൃത്യമായി തന്നെ ഇവർക്കെല്ലാം അറിവുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഗുണ്ടകൾ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുമെന്നും ഇത് കൃത്യമായി PR വർക്കിലൂടെ പ്രൊമോട്ട് ചെയ്ത് 10 വോട്ട് പോക്കറ്റിലാക്കണം എന്നതുമായിരുന്നു ലക്ഷ്യം. എങ്ങനെ ആരോഗ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥതയെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും KSU പ്രവർത്തകരും ചോദ്യം ചെയ്തു എന്നുള്ള വ്യാജേന സത്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ത് തെറ്റാണ് ചെയ്തത്? സ്വാഭാവികമായും ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുമുണ്ടായ പിഴവുകൾ, നഴ്സുമാരുടെ കയ്യിൽ നിന്നുമുണ്ടായ പിഴവുകൾ കൃത്യമായി അതിനെതിരെ നടപടിയും ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലക്ഷ്യം മറ്റെന്തോ ആണ്. എന്തായാലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളും KSUവിൻ്റെ ഗുണ്ടകളും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൊതുനിരത്തിൽ നേരിട്ടപ്പോൾ, കയ്യേറ്റം ചെയ്തപ്പോൾ എട്ടിൻ്റെ പണിയും തിരിച്ചടിയും കിട്ടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. കോൺഗ്രസ്സുകാരുടെ DCC ഓഫീസുകൾ സഹിതം, കോൺഗ്രസ്സുകാരുടെ ഫ്ലെക്സുകൾ സഹിതം, കൊടിമരങ്ങൾ സഹിതം, എന്തിനേറെ പറയുന്നു VD സതീശൻ്റെ പുതുയുഗയാത്രയുടെ ഫ്ലെക്സ് പോലും ഒരിടത്ത് പോലും ഇരിക്കുവാൻ സാധിക്കാത്ത വിധം എടുത്ത് തോട്ടിലെറിയുകയാണ് കേരളത്തിലെ സഖാക്കന്മാർ. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള നെറുകെട്ട പ്രവർത്തനം ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കാട്ടിക്കൂട്ടിയ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ ഗുണ്ടകളുടെ മനോഭാവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? അതുമാത്രമല്ല, കൃത്യമായി മാധ്യമങ്ങളും ഈ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ റെയിൽവേ സ്റ്റേഷനകത്ത് എല്ലാ PR ടീമുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരത്തിലൊരു നെറുകേട് നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് VD സതീശൻ്റെയും മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കൊടിമരങ്ങൾ നേരിൽ കാണുമ്പോൾ പൊതുനിരത്തിലേക്ക് വലിച്ചിട്ട് അതിനെ നശിപ്പിക്കുന്ന സാഹചര്യം പോലും കേരളത്തിലുണ്ടാകുന്നത്. എന്തായാലും എടുത്തു പറയുകയാണ്, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തതിലൂടെ സത്യത്തിൽ ഗുണ്ടകളായ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ എട്ടിൻ്റെ പണി ഇരന്ന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണ്, ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്.